ഇന്ന് ഞങ്ങളൊരു ചെറിയ വൈകുന്നേരം കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഉച്ചയുറക്കത്തിന് ശേഷം ഒരു 3:30 ആകുമ്പോൾ എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ചെടി നനയ്ക്കലും പിന്നെ കുട്ടികളുടെ കുറച്ചു നേരം കളികളും ഒക്കെ ആവും. മക്കൾക്ക് രണ്ടുപേർക്കും വലിയ മുടിയൊന്നും ഇല്ലെങ്കിലും വൈകുന്നേരം അതൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കും കേട്ടോ. കുഞ്ഞാറ്റക്കുട്ടിക്കൊന്നും ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റോസ്മേരി ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് പുതിയ പുതിയ ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങിയത്. തക്കുടൂനും ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞു വന്നത് പ്രൊമോഷൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ സ്വയം പരീക്ഷിക്കാറുണ്ടെന്നാണ് കേട്ടോ. ഒരു ഷുഗറിന്റെ മെഡിസിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗുണമുണ്ടോന്നൊക്കെ. ഇവിടെ എൻ്റെ അമ്മയ്ക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ട് രണ്ടാമത് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അവിടെ ഇങ്ങനെ ചൂടൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. കുഞ്ഞാറ്റക്കുട്ടി ഒരു ഫാൻ കൊണ്ടുവന്നപ്പോൾ തക്കുടാണെങ്കിൽ അത് നിലത്തിട്ട് പൊട്ടിച്ചു. എന്നിട്ട് എന്നോട് ശരിയാക്കി തരാൻ പറയായിരുന്നു. ഞാനത് നന്നാക്കി കൊടുത്തു. അങ്ങനെ മുടികെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ നോക്കുകയാണ്. ഇന്നിപ്പോൾ കാക്കു ഇവിടെ ഇല്ലായിട്ട് ഒരു രസമില്ല കേട്ടോ. കാക്കു വർക്കിന് പോയതാണ്. എന്താണ് വർക്ക് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കാക്കു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. ശരിക്കും എന്നെ ഇങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ പഠിപ്പിച്ചത് കാക്കു ആണ് കേട്ടോ. ഞാനും അമ്മയായിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ അങ്ങനെ ചായ ഒന്നും കുടിക്കില്ലായിരുന്നു. ഒരു 7 മണി സമയത്തൊക്കെ സീരിയൽ കാണുന്ന നേരത്ത് കുറച്ച് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. ചായ വലിയ നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാക്കുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ചായ അത് നിർബന്ധമാണ്. അതും കട്ടൻ ചായ. അതിങ്ങനെ ഒരുമിച്ചിരുന്ന് കുടിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ഈവനിങ് ഷൂട്ട് ചെയ്യുമ്പോൾ കാക്കു കൂടെ വേണമായിരുന്നു. അപ്പോഴേക്കും ഇതാ കുഞ്ഞുമാവ ഉണർന്നു. അവളെ കുറച്ചു നേരം കളിപ്പിച്ചു. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റക്കുട്ടിയുടെ കയ്യിൽ കുഞ്ഞുമാവിനെ കൊടുത്തിട്ട് ഞാൻ പാത്രം കഴുകാൻ വന്നു. ആരോ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നല്ല പാത്രങ്ങളൊക്കെ എടുക്കുന്നതെന്ന്. എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നാമത് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മാത്രമല്ല കാക്കു പറയുന്നൊരു കാര്യമാണ്, നല്ല പാത്രങ്ങൾ നമ്മൾ ഷോക്കേസിൽ വരുന്നവർക്ക് വേണ്ടി വെച്ചിട്ട് നമ്മൾ ചീത്ത പാത്രത്തിൽ കഴിക്കുന്നു. ആ ഒരു പതിവ് ഇവിടെ വേണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ പഴയ പാത്രങ്ങളൊക്കെ നമ്മൾ പുതിയ വീട് മാറിയപ്പോൾ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് മക്കളൊക്കെ മേലെ കഴിപ്പിച്ചു, ഞാനും മേലെ കഴുകി. പിന്നെ ഈ സന്ധ്യയ്ക്ക് കുറച്ചു നേരം ഒരു ഡിവോഷണൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും വീട്ടിൽ. നമ്മൾ സാമ്പ്രാണിയൊക്കെ പുകച്ച് ആ ഒരു പോസിറ്റീവ് എനർജി ഫുൾ വീടിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ കുറച്ചു നേരം കുഞ്ഞാറ്റക്കുട്ടിയുടെ കൂടെയുള്ള ടൈമാണ്. അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയോ എഴുതിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അത് എന്നും ഉണ്ടാവുന്നതാണ്. പിന്നെ എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ രാത്രിയിലേക്ക് ചോറിന് കഴിക്കാൻ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കുറച്ച് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ എൻ്റെ ഹെൽപ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റയാണ് എനിക്ക് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കാക്കു വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. ക്ഷീണിച്ചിട്ട് വയ്യ, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ജ്യൂസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ഡ്രിങ്ക് ആണിത്. ഈ സംഗതി എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.